സൂര്യശ്രീ ഉണ്ട്. സൂര്യശ്രീ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? രാവിലെയൊക്കെ നല്ല തുള്ളിക്കൊരു കൂടെ വന്ന മട്ടിൽ കനത്ത പെയ്ത്താണ്. ഇപ്പോഴും തുടരുന്നുണ്ടോ അത്? ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന, എറണാകുളം ജില്ലയിലെ മഴ സാഹചര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായി എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെ അതിശക്തമായ മഴയും കാറ്റുമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇപ്പോൾ നിലവിലൊരു നേരിയ മഴ അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴയെന്ന് പറയാവുന്ന ഒരു സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി വരെ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ടൗണിലും ഒക്കെ തന്നെയായി അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഈ ശക്തമായ മഴയിൽ കളമശ്ശേരി, ഇടപ്പള്ളി ഭാഗങ്ങളിലെ മിക്ക വീടുകളിലും ഒക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. കാലടി, നെടുമ്പാശ്ശേരി ഒപ്പം ആലുവ ഈ പ്രദേശങ്ങളൊക്കെ ശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിൽ ഉണ്ടായിരുന്ന കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനിന് മേൽ വീണ് കാലടി പ്രദേശത്തെ വൈദ്യുതി തടസ്സം ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വീശിയടിച്ചേക്കാവുന്ന കാറ്റുണ്ടാകുമെന്നാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ രാവിലെ വരെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇനി തീരദേശ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളായ കണ്ണമാലി, അതുപോലെ തന്നെ ഞാറയ്ക്കൽ, നായരമ്പലം, എടവനക്കാട് ഭാഗങ്ങളാണ് ഇത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടൽ കയറ്റത്തിനും സാധ്യതയുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ ജില്ലയുടെ തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള കടൽ കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ കണ്ണമാലിയിൽ ഒരാളുടെ വീടിന് കടലിടിച്ചു കയറി കടലാക്രമണത്തിൽ ഒരു ഭാഗികമായി വീട് തകർന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. എടവനക്കാട്, ഞാറയ്ക്കൽ ഭാഗങ്ങളിലും ഇത്തരത്തിൽ വീടുകളിലേക്ക് തന്നെ അതിശക്തമായി വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ ആ സ്ഥലത്ത് പോയിരുന്നതുമാണ്. അവിടെ നിന്ന് മിക്ക ആളുകളും ഒക്കെ തന്നെ ബന്ധുവീടുകളിലേക്ക് താമസം മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നും ഇത്തരത്തിൽ ഉയർന്ന തിരമാലയും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഏകദേശം രാവിലെ 10 മണിക്ക് ശേഷം കടൽ കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. വീടുകളുടെ സാധനങ്ങളടക്കം വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സാധ്യതയാണ് തീരദേശ വാസികൾക്കൊക്കെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കടലാക്രമണത്തിന് തടയുന്നതിനായ ശാശ്വത പരിഹാരം വേണമെന്നാണ് പറയുന്നത്. കൂടാതെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാൽ എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാഷ്മി, ശരി, എന്തായാലും എറണാകുളത്ത് ഓറഞ്ച് അലർട്ടാണ്, അവധിയുണ്ട്.